إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكر في الكتاب إبراهيم إنه كان صديقا نبيا. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി അവതരിപ്പിച്ച ദീനുൽ ഇസ്ലാമിൻ്റെ വിധി നിയമങ്ങൾ, വിധിവിലക്കുകൾ പാലിച്ച് മുത്തഖീങ്ങളായി തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും അതിൻ്റെ ഗൗരവത്തിൽ ഉണർത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളെ, ഒരു പെരുന്നാൾ ആഘോഷിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നാം. നമ്മുടെ സഹോദരങ്ങൾ പലരും മക്കയിലും മദീനയിലുമൊക്കെയാണ്. പോയവർക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്ത് തിരിച്ചു വരുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അടുത്ത ഭാവിയിൽ തന്നെ നമുക്കും അങ്ങനെ പോയി ആ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൗഭാഗ്യം തന്ന് അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളെ, വലിയ പെരുന്നാൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില പേരുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മില്ലത്തിലാണ് നാം ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നാം എപ്പോഴും എല്ലാ ദിവസവും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേര് പ്രസ്താവിച്ചു കൊണ്ടേയിരിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞതും അത് തന്നെയാണ്, നീ മില്ലത്ത് ഇബ്രാഹിമിലാണ്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മാർഗത്തിലാണ്. എന്താണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മാർഗം? മറ്റുള്ള നബിമാരെ അപേക്ഷിച്ച് എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുള്ള പ്രത്യേകത മനസ്സിലാക്കണം. നാം നമ്മുടെ പ്രഭാതം ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്ന ദിക്റുണ്ട്, അസ്ബഹ്ന വഅസ്ബഹ്നുലില്ലാ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ദിക്റുണ്ട്. ആ ദിക്റിൽ നാം ആദ്യം പറയുന്ന ഒരു ദിക്റാണ് അസ്ബഹ്ന അലാ ഫിത്രത്തിൽ ഇസ്ലാമി വകലിമത്തുൽ ഇഖ്ലാസി വഅലാ ദീനി നബിയിനാ മുഹമ്മദിൻ വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹീമ ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. എന്തുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ പ്രഭാതത്തിൻ്റെ പ്രാർത്ഥനയിൽ ഓർമ്മിക്കപ്പെട്ടു? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളിൽപ്പെട്ടവനായിരുന്നില്ല എന്നതാകുന്നു. എല്ലാ പ്രഭാതത്തിലും മുസ്ലിം പ്രാർത്ഥിക്കേണ്ടതാണ്. അസ്ബഹന അലാ ഫിത്രത്തിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ പ്രകൃതിയിലായി ഞങ്ങൾ ഇതാ നേരം പുലർന്നിരിക്കുന്നു. കലിമത്തുൽ ഇഖ്ലാസ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് അത് ഞങ്ങളുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരം പുലർന്നിരിക്കുന്നു. വഅലാ മില്ലത്തി ദീനി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ നബിയായ മുഹമ്മദ് നബിയുടെ ദീനിലായി ഞങ്ങളിതാ പുലർച്ചെ ആയിരിക്കുന്നു. വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാർഗത്തിലായിക്കൊണ്ട്. എന്താ ഇബ്രാഹിം? ഹനീഫൻ, ഋജുമനസ്കനായ, മനസ്സിൽ കളങ്കമില്ലാതെ നേർപാതയിലുള്ള, മുസ്ലിമൻ, അനുസരണയുള്ള, അള്ളാഹു എന്താണോ പറഞ്ഞത് അത് അപ്പടി അനുസരിക്കുന്ന, ചോദ്യം ചെയ്യാതെ ഒട്ടും ചിന്തിക്കാതെ അപ്പോൾ തന്നെ അള്ളാഹു എന്ത് പറഞ്ഞു അത് അപ്പോൾ തന്നെ അനുസരിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം.
ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അള്ളാഹു എന്ത് പറഞ്ഞു അതപ്പോൾ അങ്ങനെ തന്നെ. എന്തുകൊണ്ട്, എങ്ങനെ, എപ്പോഴെന്നുള്ള ചോദ്യമില്ല. അള്ളാഹു എന്ത് ഉപദേശിച്ചാലും എന്ത് പറഞ്ഞാലും അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അപ്പോൾ തന്നെ അനുസരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആരാധനകളിലുണ്ട്. നമ്മുടെ ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായ നമസ്കാരം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് പ്രസ്താവിക്കാത്ത നമസ്കാരമുണ്ട്. എല്ലാ തശഹ്ഹുദുകളിലും നാം പറയാറുണ്ട്, എല്ലാ ഖുതുബകൾക്ക് ആരംഭത്തിലും നാം പറയാറുണ്ട്, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മുമ്പിലും നാം പറയാറുണ്ട് സ്വലാത്ത്. ആ സ്വലാത്തിൽ നാം പറയുന്നതും അത് തന്നെയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനും കുടുംബത്തിനും നീ ബറക്കത്ത് റഹ്മത്ത് ചെയ്തതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ റഹ്മത്ത് ചെയ്യണമേ എന്ന് നാം എപ്പോഴും പറയാറുണ്ട്. നീ ബറക്കത്ത് ചെയ്യണമേ, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ബറക്കത്ത് ചെയ്തതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്യണമേ എന്ന് നാം എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥിക്കൽ നമ്മുടെ കടമയാണ്, നിർബന്ധ ബാധ്യതയുമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് എല്ലാ കാര്യത്തിലും മാതൃകയാണ്. ഏതൊക്കെ കാര്യത്തിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് മാതൃക? നാം എല്ലാ വർഷവും പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, ദുൽഹിജ്ജ മാസം പിറക്കുമ്പോൾ നാം എല്ലാ വർഷവും പറയും ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മുടെ മാർഗത്തിലാണ്. എല്ലാ ദിവസവും നാം പറയും ഞാൻ ഇന്ന് നേരം പുലർന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാർഗത്തിലായിരുന്നു. എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത്? അല്ലാഹു പറയുന്നു സൂറത്തുൽ മുംതഹന, ഖദ് കാന ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിമ വല്ലദീന മഅഹ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവരിലും നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട്. ഉസ്വത്തുൻ ഹസന, നിങ്ങൾ ആരെ മാതൃകയാക്കണം? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മാതൃകയാക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടൊപ്പം ഉണ്ടായിരുന്നവരെ, വിശ്വസിച്ച് കൂടെ ഉണ്ടായിരുന്നവരെ നിങ്ങൾ മാതൃകയാക്കണം. ഇസ്മായിലിനെയും ഹാജറിനെയും സാറയെയും ഒക്കെ നിങ്ങൾ മാതൃകയാക്കണമെന്ന് അള്ളാഹു നമ്മോട് പറയുന്നു. വല്ലദീന ഇദ് ഖാലൂ ലിഖൗമിഹിം, എന്താ അങ്ങനെ ഏത് മാതൃകയാണ്? ഇദ് ഖാലൂ ലിഖൗമിഹിം, അവർ തങ്ങളുടെ ആളുകളോട് പറഞ്ഞു, തങ്ങളുടെ സമൂഹത്തോട് പറഞ്ഞു, ഇന്നാ ഖുർആഉ മിൻകും, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു, നിങ്ങളോടുള്ള ബന്ധം ഞങ്ങൾ വിച്ഛേദിച്ചിരിക്കുന്നു. ഞങ്ങളും നിങ്ങളുമായി ബന്ധമില്ല, നിങ്ങൾ വേറെയാണ്, ഞങ്ങൾ വേറെയാണ്. അതാണ് ഖുർആഉ മിൻകും, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു. വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചു വരുന്ന വസ്തുക്കളോടും, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചു വരുന്നവ, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവ, നിങ്ങൾ നേർച്ച വഴിപാടുകൾ നടത്തുന്ന അതിൽ നിന്നും ഞങ്ങൾ വിദൂരമായിരിക്കും. ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നവരെല്ലാം വകഫർനാ ബിക്കും, നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇബ്രാഹിം നബി പറഞ്ഞു ആളുകളോട്, വിശ്വസിക്കാത്ത ആളുകളോട്, ഇബ്രാഹിം നബിയോടൊപ്പം ഉണ്ടായിരുന്നവർ പറഞ്ഞു വകഫർനാ ബിക്കും, നിങ്ങളിൽ ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു. വബദാ ബൈനനാ വബൈനകുമുൽ അദാവത, ഞങ്ങൾക്കും നിങ്ങൾക്കിടയിൽ ശത്രുത പ്രത്യക്ഷമായിരിക്കുന്നു. ഞങ്ങളും നിങ്ങളും ഒരുമിച്ച് പോവുകയില്ല, നിങ്ങൾ വേറെ തന്നെയാണ്, ഞങ്ങൾ വേറെ തന്നെയാണ്. വൽ ബഗ്ളാ, വിദ്വേഷവും, നമ്മൾ തമ്മിൽ ശത്രുതയും വിദ്വേഷവും അത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, വെളിവായിരിക്കുന്നു. ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദ, ഏകനായ അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ. ഏകനായ അല്ലാഹുവിൽ നിങ്ങൾ തൗഹീദിലേക്ക് വന്നാൽ എല്ലാ ബന്ധങ്ങളും ഞങ്ങൾ കൂട്ടിച്ചേർക്കും. നിങ്ങൾ തൗഹീദിൽ നിന്ന് തിരിഞ്ഞു പോയാൽ, നിങ്ങൾ ശിർക്കിലേക്ക് പോയാൽ നിങ്ങളൊരു ബന്ധവും ഞങ്ങൾക്കില്ല എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും ഇബ്രാഹിം നബിയോടൊപ്പമുള്ളവരും അവരുടെ ആളുകളോട് പറഞ്ഞു. ഇവിടെ നാം ചിന്തിക്കേണ്ടതുണ്ട്, കുറേ ചിന്തിക്കേണ്ടതുണ്ട്. നാം തൗഹീദിന്റെ വക്താക്കളാണ്. നമ്മളങ്ങനെ ആരോടെങ്കിലും പറഞ്ഞു? ഇങ്ങനെ പറയണമെന്നില്ല, സൂചനയെങ്കിലും കൊടുത്തു വന്നാൽ. നാം ആരോടെങ്കിലും ഉപദേശിച്ചുവോ തൗഹീദിലേക്ക് വരുവാൻ വേണ്ടി? പേഴ്സണലായിട്ട് ആരോടെങ്കിലും? പല ആളുകളും അത് പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെ ആരോ ഒരാൾ എപ്പോഴോ പറഞ്ഞ വാക്കുകൊണ്ടായിരിക്കാം ഞാൻ ഇന്ന് ഈ തൗഹീദിന്റെ മിമ്പറിൽ നിൽക്കുന്നത്. അതൊരു ഉസ്താദൊന്നുമായിരുന്നില്ല. സാധാരണക്കാരായ ആളുകൾ അവർ ചോദിച്ച ചോദ്യങ്ങൾ അത് എൻ്റെ ചിന്തയിൽ മാറ്റമുണ്ടാക്കി. അതുപോലെ നാമും ചോദിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞതുപോലെ, ഇബ്രാഹിം അലൈഹിസ്സലാമിനോടൊപ്പമുള്ളവർ ആളുകളോട് പറഞ്ഞതുപോലെ പറയാൻ നമുക്ക് സാധിക്കണം. ആ കാര്യത്തിൽ നാം ഇബ്രാഹിം അലൈഹിസ്സലാമിനെ
മാതൃകയാക്കണം. നമ്മുടെ നാടുകളിൽ എന്തെല്ലാം അനാചാരങ്ങളും ബിദ്അത്തുകളും ശിർക്ക് ഖുറാഫാത്തുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നാം അതിൽ ചില ആളുകളായി മാറാറുണ്ട്. പലപ്പോഴും നാം തന്നെ അതിനെ എതിർക്കാറില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അതിലേക്ക് നമ്മുടെ മനസ്സ് ചാഞ്ഞു പോകാറുണ്ട്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മാതൃകയാകണം, എല്ലാത്തിലും മാതൃകയാകണം. എന്നാൽ ഒരു കാര്യത്തിൽ ഇബ്രാഹിമിൽ നിങ്ങൾക്ക് മാതൃകയില്ല എന്നും ആ ആയത്തിലൂടെ അള്ളാഹു പറയാം. എല്ലാത്തിലും ഇബ്രാഹിം മാതൃകയാണ്, എന്നാൽ ഒരു കാര്യത്തിൽ മാതൃകയില്ല. ഇല്ല ഖൗല ഇബ്രാഹിമ ലി അബീഹി, ഇബ്രാഹിം തന്റെ പിതാവിനോട് പറഞ്ഞ വാക്കിലൊഴികെ അതിൽ നിങ്ങൾക്ക് മാതൃകയില്ല. എന്താ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പിതാവിനോട് പറഞ്ഞത്? ലഅസ്തഗ്ഫിറന്ന ലക, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാപമോചനം നടത്താമെന്ന്. മുശ്രിക്കായ പിതാവിന് വേണ്ടി പാപമോചനം നടത്താം എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. അതിൽ നിങ്ങൾക്ക് മാതൃകയില്ല. മുശ്രിക്കിന് വേണ്ടി പാപമോചനം നടത്തുന്നത്, അങ്ങനെ പറഞ്ഞതിൽ ഇബ്രാഹിം പറഞ്ഞതിൽ അതിൽ നിങ്ങൾക്ക് മാതൃകയില്ല. പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും പറഞ്ഞു, വഅംലികു ലക മിനല്ലാഹി മിൻ ശൈഇ, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൽ നിന്ന് ഒന്നിനെയും ഞാൻ സ്വാധീനമാക്കുന്നില്ല, അധീനപ്പെടുത്തുന്നില്ല. അതിൽ നമുക്ക് മാതൃകയുണ്ട്. അള്ളാഹുവിൻ്റെ അരികിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരുവാൻ എനിക്ക് സാധിക്കുകയില്ല. നിങ്ങളുടെ കർമ്മങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുക. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, അലൈക തവക്കൽന, ഞങ്ങളിതാ നിന്നിൽ തവക്കുലാക്കുന്നു, ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. നമ്മൾ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കണം. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. അത് വെറുതെ ചുമരിൽ എഴുതി വെക്കാനുള്ളതല്ല, വാഹനങ്ങളിൽ എഴുതി വെക്കാനുള്ളതല്ല. പലപ്പോഴും എഴുതി വെച്ചിട്ടുണ്ടാകും തവക്കൽതു അലല്ലാഹ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും. ഒരു റിക്ഷ, നമ്മുടെ നാട്ടിൽ ഒരു റിക്ഷയാണെങ്കിൽ അത് തവക്കൽതു അലല്ലാഹ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും. അതിന്റെ വെടുകാടിൽ ഒരു കറുത്ത തുണി ഉണ്ടാവും. അപ്പൊ ഉള്ളിലെഴുതിയ തവക്കൽതു അലല്ലാഹയും അതിൽ കെട്ടിയ കറുത്ത തുണിയും, അല്ലെങ്കിൽ ഒരു കമ്പിളി കഷ്ണം, ഒരു കമ്പിളിന്റെ കഷ്ണം, ഒരു ചെറുനാരങ്ങ, ഒരു പച്ചമുളക്, ഇതൊക്കെ കെട്ടിയപ്പോൾ ഉള്ളിൽ തവക്കൽതു അലല്ലാഹ് എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചത് പറഞ്ഞാൽ മനസ്സിലുള്ളതാണ് മുമ്പിൽ കാണുന്നത്, മനസ്സിലുള്ളതാണ് മുമ്പിൽ കാണുന്നത്. പലപ്പോഴും നമ്മുടെ വാഹനങ്ങൾക്ക്, അങ്ങാടികൾക്ക് പേരുണ്ടാകും. ഏതോ ഇംഗ്ലീഷിലെ 2 അക്ഷരം കൂട്ടിയിട്ടായിരിക്കും പേര്, CM എന്നൊക്കെ പേരുണ്ടാകും. എന്താ ഉദ്ദേശം എന്നറിയാം? ഇയാൾ ഞങ്ങളെ കാക്കുമെന്നുള്ള ഉദ്ദേശമാണ്. നമ്മൾ തവക്കൽതു അലല്ലാഹ് പറഞ്ഞില്ലേ, ആ ഉദ്ദേശമാണ്. അവിടെ തന്നെ നാം ചിന്തിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാർഗം പിൻപറ്റൂ എന്ന ദിവസവും നാം ആവർത്തിച്ച് പറയുമ്പോൾ, എല്ലാ നമസ്കാരങ്ങളും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തുവിന്റെ പേര് നാം സ്മരിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതൃക പിൻപറ്റണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബന അലൈക തവക്കൽന, ഞങ്ങളുടെ റബ്ബേ, നിന്നിലാണ് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നത്, ഞങ്ങളുടെ കാര്യമൊക്കെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. വഇലൈക അനബിന, ഞങ്ങൾ വ്യസനപൂർവ്വം, ഞങ്ങൾ ഖേദിച്ചു മടങ്ങുന്നതും നിന്നിലേക്കാണ്. ഞങ്ങൾ വ്യസനത്തോടെ, ഞങ്ങൾ ചെയ്തു പോയത് ആലോചിച്ച് സങ്കടത്തോടെ മടങ്ങുന്നതും നിന്റെ അരികിലേക്കാണ്. വഇലൈക്കൽ മസീർ, നിന്റെയിലേക്കാണ് ഞങ്ങളുടെ തിരിച്ചുവരവും, നിന്റെ അരികിലേക്കാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ മാതൃകയിൽ ഏതെല്ലാം നാം അനുഷ്ഠിക്കാറുണ്ട് എന്ന് സ്വയം ചോദിച്ചു നോക്കാം. പ്രബോധനം നടത്തുവാൻ ചുമതലപ്പെടുത്തി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത് ഇറാഖിൽ ബാബിലോണിൽ കൂർ എന്നൊരു പട്ടണത്തിലായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചു വന്ന സമൂഹം വിഗ്രഹാരാധനയിൽ മുന്നിട്ട് നിന്നിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതാവ് ആസർ, അദ്ദേഹം ഒരു ശില്പിയും വിഗ്രഹ കച്ചവടക്കാരനും അതിന്റെ പൂജാരിയുമൊക്കെയായിരുന്നു ആസർ. പലപ്പോഴും ഇബ്രാഹിം നബി ചെറുപ്പക്കാരനായ ചെറുതായിരുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഈ വിഗ്രഹങ്ങൾ വിൽപ്പന നടത്തുവാൻ വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള അറിവ് ലഭിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹുവിൽ നിന്നുള്ള ബോധനം ലഭിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദ് പ്രഖ്യാപിച്ചു, തൗഹീദിന്റെ ദഅവത്ത് നടത്തി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ആളായിരുന്നു. മക്കയിൽ അൽ അമീൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്, വിശ്വസ്തൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രബോധനം ലഭിച്ചു. അല്ലാഹു പറഞ്ഞു, വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നിന്റെ അടുത്ത കുടുംബക്കാരോട് നീ പറഞ്ഞു കൊടുക്കുക എന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും കൽപ്പനയുണ്ടായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി ആരോടാണ് പറഞ്ഞത്? സ്വന്തം പിതാവിനോട് പറഞ്ഞു. സ്വന്തം പിതാവിനോട് പറഞ്ഞു. പലപ്പോഴും പല ആളുകളും തൗഹീദ് മനസ്സിലാക്കിയിട്ടുണ്ടാകും,
കുടുംബക്കാരോട് ആരോടും പറഞ്ഞിട്ടുണ്ടാവുകയില്ല. എന്തോ നമ്മുടെ മനസ്സിൽ ഒരു ഭയം, ഞാൻ ഈ പള്ളിയിലേക്ക് വരുന്നത് എൻ്റെ വീട്ടിൽ ആർക്കും അറിയില്ല, ഞാൻ ഒളിച്ചു വന്നതാണ്. പ്രഖ്യാപിക്കുക, നമ്മൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ റസൂൽ. എന്താ അശ്ഹദു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന്. മനസ്സിലുള്ളത് നാവ് കൊണ്ട് ഉറക്കെ പറയുന്നു എന്നാണ്, പ്രഖ്യാപിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ആരോട് പറയാതെ എങ്ങനെയാണ് പ്രഖ്യാപിക്കുക? ഞാൻ സാക്ഷിയാണ് അതിൻ്റെ, ഷഹാദത്തിന് ഞാൻ സാക്ഷിയാണ്. പലപ്പോഴും പല ആളുകളും അഭിമാനത്തോടു കൂടി പറയും, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ എന്തോ സംഭവിക്കുമെന്നുള്ള ഭയമുണ്ട്. അല്ലാഹുവിനോടുള്ള തവക്കുൽ നഷ്ടപ്പെട്ടു പോകുന്നു പലപ്പോഴും. എന്തെങ്കിലും സംഭവിച്ചാൽ, പാപ വർത്താക്കിയാൽ, കുടുംബങ്ങൾ അകറ്റിയാൽ, ഭാര്യ വിഴുങ്ങിയാൽ, മക്കൾ കയർത്ത് സംസാരിച്ചാൽ എന്ത് ചെയ്യുമെന്നുള്ള ഭയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ നാം എങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത് പറയുക? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി അല്ലാഹു പറയുന്നു, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ് ഹനീഫൻ വലം യകുൻ മിനൽ മുശ്രികീൻ. നിശ്ചയമായും ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനോട് ഭക്തി അനുസരണമുള്ള സമുദായമായിരുന്നു, ഒരു ഉമ്മത്തായിരുന്നു ഇബ്രാഹിം എന്ന്. ഒരു സമുദായം, ഒരാളെ പറ്റി അല്ലാഹു പറഞ്ഞതാണ് ഒരു ഉമ്മത്ത് എന്ന്. വേറെ ആരുമില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആദ്യകാലത്ത് വീട്ടുകാരോ നാട്ടുകാരോ കുടുംബക്കാരോ ഭരണാധികാരികളോ ആരും സപ്പോർട്ടിനില്ല, ഇബ്രാഹിം നബി മാത്രം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞു ഉമ്മത്തൻ, ഒരു സമുദായമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അല്ലെങ്കിൽ ഉമ്മത്തിനുള്ള മറ്റൊരർത്ഥമാണ് മാതൃകാ നേതാവ് എന്ന്. മാതൃകയാക്കേണ്ടുന്ന നേതാവായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമായി. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി വലം യകുൻ മിനൽ മുശ്രികീൻ, അദ്ദേഹം മുശ്രിക്കുകളിൽപ്പെട്ടവനായിരുന്നില്ല എന്ന്. മുശ്രിക്കായിരുന്നില്ല എന്ന്. ശിർക്കിന്റെ ഒരു അംശവും അദ്ദേഹത്തിന്റെ മനസ്സിലോ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലോ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പ വളരെ സ്നേഹിച്ച് ആദരിച്ചു തന്നെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓമനിച്ചു തന്നെയാണ് വളർത്തിയത്. ഈ ഇൽമ കിട്ടിയപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം പ്രബോധനം നടത്തിയത് ഇദ് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. അദ്ദേഹം പറഞ്ഞു, തന്റെ വാപ്പയോട്, പിതാവിനോട് പറഞ്ഞു, യാ അബത്. ഇദ് ഖാല ലി അബീഹി, തന്റെ പിതാവിനോട് പറഞ്ഞു, യാ അബത്, ഓ എന്റെ പിതാവേ, ലിമ തഅബുദു, എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്, മാ ലാ യസ്മഉ, കേൾക്കാത്തതിനെ. നിങ്ങളുടെ പ്രാർത്ഥന ഇവർ കേൾക്കും. പിന്നെ എന്തിനാണ് അവറ്റങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? വലാ യുബ്സിറൂന, കാണുകയും ചെയ്യാത്തവരോട്, കേൾക്കുകയോ കാണുകയോ ചെയ്യാത്തവരെ നിങ്ങൾ എന്തിന് ആരാധിക്കണം? അവരോട് നിങ്ങൾ എന്തിന് പ്രാർത്ഥിക്കണം? വലാ യുഗ്നി അൻക ശൈആ, നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ എന്തിന് ആരാധിക്കുന്നു? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം സ്വന്തം പിതാവിനോട് ചോദിച്ചു. ഇനി നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുക. നമ്മൾ നമ്മളോട് ചോദിക്കണം, നമ്മൾക്ക് അല്ലാഹു തൗഹീദ് തന്നില്ലേ? പിതാക്കളും മക്കളും സഹോദരന്മാരും ഒക്കെ നമുക്കുമില്ലേ? നാം പറഞ്ഞു ആരോടെങ്കിലും പറഞ്ഞെങ്കിൽ അള്ളാഹുവിന്റെ അരികിൽ നമുക്കതൊരു സാക്ഷിയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിലാണെന്ന്. അല്ല നാം ആരെയോ ഭയപ്പെട്ടുവോ? തീർച്ചയായും നാം ചിന്തിക്കണം. കാരണം നാം അറിഞ്ഞ കാര്യങ്ങൾ മറച്ചു വെക്കുക എന്നുള്ളത് വലിയ ബാധകമാണ്. ഏറ്റവും വലിയ അറിവാണ് തൗഹീദ്. അല്ലാഹു ഏകനാണ്, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവന് മാത്രമേ ഇബാദത്ത് എടുക്കാൻ പാടുള്ളൂ എന്നുള്ള അറിവ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവ്. ആ അറിവ് അറിവ് അല്ലാഹു നമുക്ക് നൽകിയിട്ട് അത് നാം മറച്ചു വെച്ചാൽ, ഒളിപ്പിച്ചു വെച്ചാൽ, അല്ലാഹു പറയുന്നത് നോക്കൂ, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബി ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. നിശ്ചയമായും വ്യക്തമായ തെളിവുകളോടെയും മാർഗദർശനത്തോടെയും നാം അവതരിപ്പിച്ചിട്ടുള്ളതിനെ വേദഗ്രന്ഥത്തിൽ നാം അത് മനുഷ്യർക്ക് വേണ്ടി വിവരിച്ച ശേഷം, എല്ലാം അറിയിച്ചു തന്നതിന് ശേഷം
മറച്ചു വെക്കുന്നവൻ, അതിനെ ഒളിപ്പിച്ചു വെക്കുന്നവൻ, ഈ ഹിദായത്തിനെ ഒളിപ്പിച്ചു വെക്കുന്നവൻ, തൗഹീദ് പറഞ്ഞു കൊടുക്കാതെ അതിനെ ഒളിപ്പിച്ചു വെക്കുന്നവൻ, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോട്, അങ്ങനെ സ്വന്തം കുടുംബക്കാരോട് സുഹൃത്തുക്കളോട് അങ്ങനെ ചെയ്യരുത് എന്ന് പറയാത്തവൻ, ഖുർആനിൽ അങ്ങനെ ഉണ്ട് എന്ന് പറയാത്തവൻ, ഖുർആനിലേക്ക് മടങ്ങി വരൂ, സുന്നത്തിലേക്ക് മടങ്ങി വരൂ എന്ന് പറയാത്തവൻ, അല്ലാഹു അങ്ങനെ മറച്ചു വെക്കുന്നവൻ, അക്കൂട്ടർ അവരെ അല്ലാഹു ശപിക്കുന്നതാണ്. അക്കൂട്ടർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. നമുക്ക് പലപ്പോഴും ആശ്വസിക്കാം. നാം പറഞ്ഞു കൊടുക്കാറുണ്ട്, നേരിട്ടല്ലെങ്കിലും അത് പറഞ്ഞു കൊടുക്കാനുള്ള സംരംഭങ്ങൾ നമ്മുടെ നാടുകളിൽ നാം നടത്താറുണ്ട്, പൊതുപരിപാടികൾ നടത്താറുണ്ട്. നമുക്ക് അള്ളാഹുവിന്റെ അരികിൽ അത് കഴിവായി നമുക്ക് വേണമെങ്കിൽ പറയാം, അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മിൽ നിന്ന്. അക്കൂട്ടർ അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. ശപിക്കുന്നവരെല്ലാം അവരെ ശപിക്കുമെന്നാണ്. ആരൊക്കെ ശപിക്കും? അവരൊക്കെ അവരെ ശപിക്കും. നമുക്കറിയും, അറിയാത്ത മാതിരി നാം നടക്കുകയാണ്. നമ്മുടെ വീടുകളിൽ തന്നെ പല അനാചാരങ്ങളും നടക്കുന്നു പലപ്പോഴും. അപ്പൊ നമുക്കത് പറയാൻ പേടിയാണ്. ബാപ്പ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, നിങ്ങൾ വിളക്കണിച്ച് രാത്രിയിൽ മറ്റേ മുദീശത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥന അള്ളാഹുവിനോടായിരിക്കണം. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, വദഊനി അസ്തജിബ് ലക്കും, എന്നോട് പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാമെന്ന് അള്ളാഹ് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുവാൻ നമുക്കെന്തോ മനസ്സിൽ ഒരു ചൊറിച്ചിലുണ്ടെങ്കിൽ, ഒരു ഭയമുണ്ടെങ്കിൽ, എവിടെയോ നാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിൽ നിന്ന് നമുക്ക് ഒരു അകൽച്ച സംഭവിച്ചിരിക്കുന്നു എന്ന് നാം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലെങ്കിൽ അത്തരം സദസ്സുകളിലേക്ക് പങ്കെടുക്കുക എന്നുള്ളത്, ആദ്യം പറഞ്ഞില്ല, ഇന്ന നിങ്ങളിൽ നിന്ന് ഞങ്ങൾ വേറെയായിരിക്കും, നിങ്ങൾ അതിന് ഞങ്ങൾ തരുന്നില്ല. അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കണം. ഇബ്രാഹിം നബി പറഞ്ഞില്ലേ, നിങ്ങളെ ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ, നിങ്ങൾ ആരാധിക്കുന്നവരിൽ നിന്ന് ഞങ്ങൾ ദൂരെയായിരിക്കുന്നു, ഞങ്ങൾ അതിൽ വരില്ല. അങ്ങനെ പറയാനെങ്കിലും നമുക്ക് സാധിക്കണം. പലപ്പോഴും നാം ബന്ധത്തെ പേടിച്ച്, ഇബ്രാഹിം നബി വാപ്പാനോട് പറഞ്ഞത്, നമ്മൾ പലപ്പോഴും പേടിക്കുന്നത് കുടുംബത്തിലുള്ള ഏതോ ഒരു കാക്ക, ഏതോ ഒരു കുഞ്ഞപ്പ, ഏതോ ഒരു മൂത്തപ്പ, ഇതാണ്ടാവും. അവനെ പേടിച്ചിട്ടാണ് ചിലപ്പോൾ പറയാതിരിക്കൽ, അല്ലെങ്കിൽ പോകാതിരിക്കൽ എങ്ങനെയെന്ന് കരുതി പോകും. ഏത് ഖുറാഫാത്താണെങ്കിലും പോകും, ഏത് ഖുറാഫാത്താണെങ്കിലും പോകും. എല്ലാവരുമല്ല, പല ആളുകൾക്കും നമ്മുടെ തൗഹീദ് ഉറച്ചില്ലെങ്കിൽ ഇബ്രാഹിം മില്ലത്തിലാണ് നാം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റന്നാൾ ബലിയറുക്കുവാൻ നമുക്ക് എന്താ അവകാശമുള്ളത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനോട് പറഞ്ഞു, ഇങ്ങനെ സ്വന്തം പുത്രനെ ബലിയറുക്കുവാൻ സന്നദ്ധനായി. ആ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ബലി പെരുന്നാൾ ആഘോഷിക്കുവാൻ, ബലിയറുക്കുവാൻ എന്ത് അവകാശമാണ് നമുക്കുള്ളത്? ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ആരാധിക്കുന്നത്? എനിക്ക് ചില അറിവുകൾ ലഭിച്ചിരിക്കുന്നു, നിങ്ങൾക്കറിയാതെ ചില അറിവ് എനിക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടാത്ത അറിവുകൾ എനിക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നെ പിന്തുടരുക എന്ന് മകൻ പിതാവിനോട് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം. സിറാത്തൻ മുസ്തഖീമ, ശരിയായ മാർഗത്തിലേക്ക്, ശരിയായ മാർഗത്തിലേക്കുള്ള വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് മകനായ ഇബ്രാഹിം അലൈഹിസ്സലാം പിതാവായ ആദറിനോട് പറഞ്ഞു. നമുക്ക് അറിവ് ലഭിച്ചില്ലേ? അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നുള്ള അറിവ് നമുക്ക് ലഭിച്ചു. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്, അവർക്ക് ഇബാദത്ത് ചെയ്യരുത് എന്നുള്ള അറിവ് അള്ളാഹു നമുക്ക് നൽകിയില്ല. നമ്മുടെ മനസ്സിൽ അതില്ലേ. അതുകൊണ്ട് ആ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഇബ്രാഹിം മില്ലത്തിൽപ്പെട്ട പറഞ്ഞു കൊടുക്കുവാൻ പ്രബോധനം എന്നുള്ളത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് നാം മനസ്സിലാക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും പറയുന്നു, യാ അബതി ലാ തഅബുദി ശൈത്താൻ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്, ശൈത്താൻ ആരാധിക്കരുത്. എന്താ ശൈത്താൻ? ദുർമൂർത്തികളെ നിങ്ങൾ ആരാധിക്കരുത്, താബൂത്തിനെ നിങ്ങൾ ആരാധിക്കരുത്, അല്ലാഹു അല്ലാത്ത ഒന്നിനെയും നിങ്ങൾ ആരാധിക്കരുത്. ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ, തീർച്ചയായും ശൈത്താൻ, പിശാച് അല്ലാഹുവിനോട്, റഹ്മാനായ കാരുണ്യവാനായ അല്ലാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ചവനാണ്. ആ ശൈത്താന്റെ വഴിയിൽ നിങ്ങൾ പോകരുത് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം വീണ്ടും പറയുന്ന പിതാവിനോട്, യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബുൻ മിനർ റഹ്മാനി ഫതകൂന ലിശ്ശൈത്താനി വലിയ. പിതാവേ, പരമകാരുണികളിൽ നിന്നുള്ള ശിക്ഷ നിങ്ങളെ ബാധിക്കുന്നതിന് നിശ്ചയമായി ഞാൻ ഭയപ്പെടുന്നു. നിങ്ങൾ ഇങ്ങനത്തെ ഖുറാഫാത്താക്കിയാൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പേടിക്കുന്നു എന്ന്
പക്ഷെ നമ്മൾ പേടിക്കുന്നത് എന്താണ്? പലപ്പോഴും ബാപ്പാനെ വെച്ച് നമുക്ക് കിട്ടുമോ എന്നുള്ള പേടിയാണ്. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ വേറെ ആക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പേടിച്ചു, ബാപ്പാനെ അമ്മ ശിക്ഷിച്ചെങ്കിലോ എന്ന് പേടിച്ചു. എന്നാൽ ഈ വേണ്ടാത്തരം നടക്കുന്ന ഈ ശിർക്ക് വിദഅത്തിന്റെ ആളുകളോട് പറയുവാൻ അവരെ ശിക്ഷിച്ചെങ്കിലോ, അവർ നമ്മളെ ശിക്ഷിച്ചെങ്കിലോ എന്നുള്ള പേടി അത് നമ്മൾ ഒഴിവാക്കണം. കാരണം ഇബ്രാഹിം നബി പറഞ്ഞില്ല, അലൈക തവക്കൽനാ വ ഇലൈക അനബിനാ വ ഇലൈക്കൽ മസീർ, ഞങ്ങൾ നിന്നിൽ തവക്കുലാക്കി അല്ലാഹ്, നിന്നിലേക്കാണ് ഞങ്ങൾ കേറിച്ചു മടങ്ങുന്നത്, നിന്നിലേക്കാണ് ഞങ്ങൾ തിരിച്ചു വരാനുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർഭയനായി പറഞ്ഞു, ഞങ്ങൾക്ക് പേടിയാകുന്ന വാപ്പ, നിങ്ങൾ അല്ലാഹു ശിക്ഷിക്കുമെന്ന്. വലിയ നിങ്ങൾ പിശാചിന് ഒരു ബന്ധുമായി തീരുന്നു എന്നും ഞാൻ പേടിക്കുന്നു. ഇതെല്ലാം പറഞ്ഞപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പിതാവ് പറഞ്ഞത് എന്താണെന്ന് അറിയാം. നമ്മൾ പല ആളുകളോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നോടും പറഞ്ഞിട്ടുണ്ട് പല ആളുകളും. അയാൾ പറഞ്ഞു, എന്റെ ഇലാഹുകളെ വേണ്ടെന്ന് വെക്കുവാനാണോ നീ പറയുന്നത്? ഇബ്രാഹിമെ, ഞാൻ ഇതുവരെയും വിളിച്ച് പ്രാർത്ഥിച്ച ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നാണ് നീ പറയുന്നത്. ആ ഇലാഹുകളെ വേണ്ട എന്നാണോ നീ പറയുന്നത്? നമ്മുടെ നാടുകളിലും അങ്ങനെ തന്നെയല്ലേ? ഞാനും എൻ്റെ അപ്പനപ്പന്മാരും ഒക്കെ ആരാധിച്ചിരുന്നതിനെ വേണ്ട എന്നാണ്. ഞങ്ങൾ കാലങ്ങളായി ആരാധിച്ചത്, ഞങ്ങൾ കാലങ്ങളായി ചെയ്തു വരുന്ന ഇബാദത്തുകൾ അത് വേണ്ട എന്നാണ് നീ പറയുന്നത്. നീ വിരമിക്കുന്നില്ലെങ്കിൽ, നീ ഇത് മതിയാക്കുന്നില്ലെങ്കിൽ, നീ ഇത് മതിയാക്കുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞോടിക്കും, കല്ലെറിയാൻ എറിഞ്ഞു ഓടിക്കുമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ബാപ്പ പറഞ്ഞു. മലിയ, നിങ്ങൾ ഈ സമാധാനം ഇവിടെ വിട്ട് പോ എന്ന്, സുരക്ഷിതനായി നീ ഇപ്പം തന്നെ പോയിക്കോ എന്ന് പറഞ്ഞു. വീട്ടിന്ന് പുറത്താക്കി. നമുക്ക് പലപ്പോഴും പേടിയാണ് എന്ത് സംഭവിക്കുമെന്ന്. കാരണം ഇബ്രാഹിം നബി പറഞ്ഞില്ല, അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ. അത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ വിശ്വാസത്തിൽ അചഞ്ചലമായി ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നാം ഭയപ്പെട്ടു പോകും. ആരെയും നാം ഭയപ്പെടേണ്ടതില്ല. കാരണം അള്ളാഹുവിനെ തവക്കുലാക്കുക, അള്ളാഹുവിന്റെ അരികിലേക്കാണ് തിരിച്ചു ചെല്ലാനുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ സന്ദർഭത്തിൽ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് സലാം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ റബ്ബിനോട് പാപമോചന പ്രാർത്ഥന നടത്താം. അതിന് മാതൃകയില്ല എന്നും അല്ലാഹു പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പാപമോചന പ്രാർത്ഥന നടത്താം. നിശ്ചയമായും അവൻ എന്നോട് വളരെ കനിവുള്ളവനാകുന്നു, എന്നോട് ഭയങ്കര ഇഷ്ടമുള്ളവനാകുന്നു എൻ്റെ അല്ലാഹ്. നിങ്ങളെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നത്, എന്നോട് കനിവുള്ളത് അള്ളാഹുവിനാകുന്നു എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ചു. നമുക്കും അങ്ങനെ പ്രഖ്യാപിക്കാൻ സാധിക്കണം. പല ആളുകളും നമ്മെ ഭയപ്പെടുത്തുവാൻ ആശയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മുസ്ലിമായതിന്റെ പേരിൽ പല നമ്രൂദുമാരും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശത്രുവായ നമ്രൂദ് ഉണ്ടായിരുന്നത് പോലെ നമ്മുടെ നാടുകളിൽ ഒരുപാട് നമ്രൂദുകളുണ്ട്. ഭരണാധികാരികളായ നമ്രൂദുകളും അവരുടെ ശിങ്കിടികളായ നമ്രൂദുകളും ഒക്കെ ഉണ്ട്. ആരെയും നാം ഭയക്കേണ്ടതില്ല. ഇബ്രാഹിം നബി പ്രഖ്യാപിച്ച അല്ലാഹു നാം റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ, അല്ലാഹുവിൽ പരമേൽപ്പിക്കുക, അല്ലാഹുവിലേക്ക് പോകാനുണ്ട് എന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക. അല്ലാഹു നമ്മുടെ ആ മടക്കം ഇബ്രാഹിം നബിയുടെ മില്ലത്തിലായി കൊണ്ടാക്കി തീർക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികൾ, ഇന്ന് ദുൽഹിജ്ജ 7 ഞായറാഴ്ചയാണ് നമുക്ക് അറഫ. മക്കയിൽ ഇൻഷാ അല്ലാഹ് നാളെയാണ് അറഫ, ഞായറാഴ്ച പെരുന്നാളായി. നമുക്ക് അറഫ നോമ്പ് അനുഷ്ഠിക്കണം. ദുൽഹിജ്ജിന്റെ മഹത്വങ്ങളൊക്കെ കഴിഞ്ഞ ഖുതുബകളിൽ നിങ്ങൾ ധാരാളം കേട്ടവരാണ്.
അള്ളാഹു പവിത്രമാക്കിയ ഒരു മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഈ പവിത്രമായ മാസത്തിൽ ദുൽഹിജ്ജ 9 അറഫാ പ്രസംഗത്തിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ നോക്കിക്കൊണ്ട് നടത്തിയ ഒരു ഖുതുബത്തുൽ വിദാ, അന്ത്യമായ അവസാനമായി പറഞ്ഞ ഒരു ഖുതുബയുണ്ട്. ഖുതുബത്തുൽ വിദാ, വിടവാങ്ങൽ പ്രസംഗം എന്ന് പറയുന്നത്. അതിൽ അല്ലാഹു റസൂൽ നമ്മോട് പ്രത്യേകം പറഞ്ഞതാണ്, നിങ്ങൾ പരസ്പരം ശത്രുത വെക്കരുത്, മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തരുത്, നിങ്ങൾ സ്ത്രീകളെ ആദരിക്കണം, സ്ത്രീകളെ നിങ്ങൾ കഷ്ടപ്പെടുത്തരുത്, ഭാര്യമാരെ ബുദ്ധിമുട്ടിക്കരുത്, മക്കളോട് കാരുണ്യമായി പ്രവർത്തിക്കണം, എല്ലാം എന്തൊക്കെയുണ്ടോ അതൊക്കെ പറഞ്ഞു. അപ്പോഴാണ് അള്ളാഹുവിന്റെ ആയത്തിറങ്ങിയത്. ആ സന്ദർഭത്തിലാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനൻ. ഇസ്ലാം ദീൻ ഇന്നത്തോടു കൂടി പൂർണ്ണമായിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങളിൽ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇസ്ലാം ദീൻ പൂർണ്ണമാണ്. ഇസ്ലാം ദീൻ പൂർണ്ണമായതിൻ്റെ ആഘോഷമാണ്. ഇസ്ലാം പൂർണ്ണമായി, ആ പൂർണ്ണമായതിൻ്റെ ആഘോഷം കൂടിയാണ് ഈ പെരുന്നാൾ എന്ന്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ജൂതൻ പറഞ്ഞു, നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഒരു ആയത്തുണ്ടല്ലോ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്നുള്ള ആയത്ത്. ഈ ആയത്ത് ഞങ്ങൾക്കായിരുന്നു ഇറങ്ങിയിരുന്നുവെങ്കിൽ ഞങ്ങൾ ആ ദിവസം ഒരു ആഘോഷ ദിവസമാക്കുമായിരുന്നു. കാരണം ദീൻ പൂർണ്ണമായിരുന്നു, ഞങ്ങൾ അന്ന് ഒരു ആഘോഷ ദിവസമായിരിക്കും ആക്കുമായിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കറിയാമത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞ സന്ദർഭം, അത് നിന്ന സ്ഥലം ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. എനിക്കറിയാമത് അങ്ങനെ ആക്കണമെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പെരുന്നാൾ ഞങ്ങൾ ആഘോഷിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ അറഫ എന്നുള്ളത് ഒരു വലിയ സംഗമമാണ്. മഹ്ശറിനെ ഓർമ്മിപ്പിക്കും. പലപ്പോഴും നല്ല ഭക്തിയുള്ള ആളുകൾക്ക് അവിടെ പോയി നിന്നാൽ മഹ്ശറിലെ നൃത്തമുണ്ടല്ലോ, അത് ചിലപ്പോൾ ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. ആ രംഗം കണ്ടാൽ നമുക്കും പോയി അവിടെ നിൽക്കുവാനുള്ള തൗഫീഖ് വേണം. അതിന് നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ അറഫ എന്നുള്ളത് പല നാടുകളിലും പലപ്പോഴും നമുക്ക് വസ്വാസ് ഉണ്ടാകുന്ന ചർച്ചകളാണ്. പല അനാവശ്യമായ അറഫ നമ്മൾ എപ്പോഴാണ് നോക്കേണ്ടത്, നാം നോമ്പനുഷ്ഠിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ എപ്പോഴാണോ ദുൽഹിജ്ജ 9 എന്നാണ് നാം നോമ്പനുഷ്ഠിക്കേണ്ടത്. ദുൽഹിജ്ജ 1 മുതൽ തന്നെ നോമ്പനുഷ്ഠിക്കാവുന്നതാണ്. എല്ലാ ഖൈറുകളും വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ് ദുൽഹിജ്ജ ആദ്യം മുതൽ 10 ദിവസങ്ങൾ. അതിൽ നോമ്പും ഉൾപ്പെടും. ദുൽഹിജ്ജ 1 മുതൽ തന്നെ നോമ്പ് നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാവുന്നതാണ്, പ്രത്യേകിച്ചല്ല. അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. ദുൽഹിജ്ജ 9 അല്ലാഹുവിന്റെ റസൂൽ നോമ്പ് നോറ്റിരുന്നു എന്ന് പറഞ്ഞ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ചില ആളുകളൊക്കെ ദുൽഹിജ്ജ 9 ദിവസം നോമ്പ് നോക്കാറുണ്ടായിരുന്നു എന്നും പറഞ്ഞതായി കാണാം. പക്ഷേ ആയിഷാ ബീവിയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, അങ്ങനെ നോമ്പ് നോക്കായിട്ട് തീരെ നോമ്പ് നോക്കായിട്ട് എനിക്കറിയില്ല എന്ന് ആയിഷാ ബീവിയിൽ നിന്നുള്ള റിപ്പോർട്ടും നമുക്ക് കാണാവുന്നതാണ്. എന്തോ ആയിരിക്കട്ടെ, ദുൽഹിജ്ജയിൽ നോമ്പ് മറ്റെല്ലാ സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ഈ ദിവസങ്ങളിൽ നാം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അതിൽ നോമ്പ് പെട്ടുന്നത്, മറ്റേ നമ്മുടെ സൽക്കർമ്മങ്ങൾ ദാനധർമ്മങ്ങളെല്ലാം പെട്ട് കഴിഞ്ഞു. നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം വസ്ത്രങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു, അല്ലെങ്കിൽ നാം അതിന് ഇന്നോ നാളെയോ പോകുവാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു. ആ സന്ദർഭത്തിൽ അതിന് പറ്റാത്ത ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, നമ്മുടെ അയൽപ്പക്കത്തുണ്ടെങ്കിൽ അവരെ കൂടി സന്തോഷിപ്പിക്കുവാൻ നാം തയ്യാറാകണം. എങ്കിലാണ് ഈ പെരുന്നാൾ ആഘോഷം നമുക്ക് പൂർണ്ണമാവുക. ഇല്ലാത്തവർക്ക് അത് കൊടുക്കണം. ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണത്. നമ്മുടെ മക്കൾ പുത്തനുടുപ്പിട്ട് പള്ളിയിൽ പോകുമ്പോൾ, വിടവിടാന്തരം മന്ത് വീട്ടിൽ പോകുമ്പോൾ അതൊന്നുമില്ലാതെ നമ്മുടെ അയൽപ്പക്കത്ത് ഒരു സാധു കുടുംബമുണ്ടെങ്കിൽ തീർച്ചയായും നാം അള്ളാഹിന് മുമ്പിൽ അതിന് ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നാം ഇവിടെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഖുതുബ കേട്ടിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, പലസ്തീൻ്റെ വിഷയം എപ്പോഴും നാം പ്രസ്താവിക്കുന്നതാണ്. അള്ളാഹു അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാനുണ്ടായ തീപിടുത്തം കുവൈത്തിൽ ജീവിതമുണ്ടാക്കുവാൻ വേണ്ടി, നാട്ടിലുള്ള ആളുകളെ വളർത്തുവാൻ വേണ്ടി, അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി ജീവിതമാർഗം തേടിക്കൊണ്ട് കുവൈത്തിൽ പോയി ജോലിയെടുത്ത പല ആളുകളും വലിയ അഗ്നിയപകടമുണ്ടായി മരിച്ചുപോയി. അവർക്ക് അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ. നമ്മുടെ നാടുകളിൽ നിന്നും അങ്ങനെ പല ആളുകളും വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ, സൗദിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവിടെ അധ്വാനത്തിൻ്റെ ഫലം കൂടിയാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നാടും വീടും വിട്ട് കുടുംബത്തിന് വേണ്ടി നാട്ടിന് വേണ്ടി പോയി അധ്വാനിക്കുന്ന ഒരുപാട് ആളുകൾ. അവർക്ക് നമ്മെ പോലെ പെരുന്നാൾ ആഘോഷിക്കുവാൻ പല ആളുകൾക്കും സാധിക്കാം.
അവരുടെ അധ്വാനത്തിന്റെ ഫലം നാം ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, പ്രത്യക്ഷമായും പരോക്ഷമായും അനുഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, പ്രവാസികളായി പല നാടുകളിൽ പോയി ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരന്മാർ, അവർക്ക് നീ സമാധാനവും അവരുടെ പ്രവർത്തികളിൽ നീ ഐശ്വര്യവും കൊടുക്കണേ അല്ലാഹ്. എല്ലാ അപകടങ്ങളിൽ നിന്നും അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണമെന്നാണ്. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പെരുന്നാൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പെരുന്നാൾ നമുക്ക് ആഘോഷിക്കാനുള്ള ദിവസമാണ്, അത് സങ്കടപ്പെടാനുള്ള ദിവസമല്ല. ഒരു കാര്യം പറഞ്ഞു, ഇന്നത് വേണം എന്ന് വാശി പിടിച്ച് നാം ആരോടും കയർത്ത് സംസാരിക്കരുത്. ഈ പെരുന്നാൾ നമുക്ക് സന്തോഷമുണ്ടാകണം. ആ സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും ചെയ്യുക. ആർക്കും ഒരു സങ്കടം ഉണ്ടാക്കാതെ നാം കാത്ത് സൂക്ഷിക്കേണ്ടതുമാകുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റഹ്മാൻ റഹീമായ അള്ളാഹ്, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുകൊടുത്ത് മാപ്പാക്കി തരണേ അള്ളാഹ്. ഹജ്ജിന് വേണ്ടി മക്കയിൽ പോയ ആളുകൾക്ക് എല്ലാവിധ സുരക്ഷിതത്തോടു കൂടിയും മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകണേ അള്ളാഹ്. ഞങ്ങൾക്കും അവിടെ പോയ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് അതിൻ്റെ പ്രതിഫലം വാങ്ങിക്കൊണ്ടുപോകാനുള്ള തൗഫീഖ് ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണേ അള്ളാഹ്. വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ നാനാദിക്കുകളിലെ സഹോദരന്മാർ, നീ അവർക്ക് സമാധാനവും ശാന്തിയും ഇജ്ജത്തും നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്തി വൽ മുജീബ് ദഅവാത്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.